വെൽക്കം ടു ATM അറിവ് ഡ്രോ നോളജ്. റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ 9ാം ഭാഗവുമായി ഞാൻ വന്നിരിക്കുന്നു. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം. കൂടാതെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. സമയം കളയുന്നില്ല, നേരെ ക്ലാസ്സിലേക്ക്. പേഴ്സണൽ പ്രൊനൗൺസിന്റെ മാറ്റങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 8 എപ്പിസോഡ്സിൽ നമ്മൾ പഠിച്ചത് അതാണ്. ഇന്ന് തേർഡ് പേഴ്സൺസ് ഹി, ഷീ, ദേ, അവയുടെ പൊസസീവ് ഫോംസ് ഹിസ്, ഹെർ ആൻഡ് ദെയർ ഇവ വന്നാൽ എങ്ങനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോഴുള്ള മാറ്റങ്ങൾ നോക്കാം. ഇവിടെ ചില സെന്റൻസസ് നമുക്കുണ്ട്. ഒന്നാമത്തെ സെന്റൻസ്, ഐ സെഡ് ഹിസ് അങ്കിൾ വർക്ക്സ് ഡെയിലി. ഇൻവേർട്ടഡ് കോമയിലെ ഭാഗം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇത് ഹി എന്നുള്ള തേർഡ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഹീയുടെ പൊസസീവ് കേസ് ആണ്, ഹിസ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് തേർഡ് പേഴ്സൺസ് ആണ് പേഴ്സണൽ പ്രൊനൗൺ എങ്കിൽ അവയ്ക്ക് ഇവിടെ റിപ്പോർട്ടിംഗ് വെർബിന്റെ സബ്ജക്റ്റുമായോ ഒബ്ജക്റ്റുമായോ യാതൊരു ബന്ധവുമില്ല. അപ്പം ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നോ പ്രോബ്ലം. തേർഡ് പേഴ്സൺസ് റിപ്പോർട്ടിംഗ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അങ്ങനെ തന്നെ നിൽക്കും. തേർഡ് പേഴ്സൺസിന്റെ പൊസസീവ് കേസ് ആണെങ്കിൽ അതും അങ്ങനെ തന്നെ നിൽക്കും. പൊസസീവ് കേസ് തേർഡ് പേഴ്സന്റെ പൊസസീവ് കേസായി തന്നെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നിൽക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം. ഐ സെഡ് ഹിസ് അങ്കിൾ വർക്ക്സ് ഡെയിലി. തുടക്കത്തിൽ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, ഇത് സിമ്പിൾ പ്രസന്റ് ആണ്, പാസ്റ്റിലേക്ക് മാറ്റണം. കാരണം റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റിലായതുകൊണ്ട് ടെൻസിന് മാറ്റം വരണം. ഇത് അസർട്ടീവ് സെന്റൻസ് ആണ്, അതുകൊണ്ട് റിപ്പോർട്ടിംഗ് വെർബിന് ശേഷം ദാറ്റ് വേണം. ഓക്കെ, ഐ സെഡ് ദാറ്റ്. ഐ സെഡ് ദാറ്റ് ഹിസ് അങ്കിൾ, അവന്റെ അങ്കിൾ. ഹീയുടെ പൊസസീവ് കേസ് ആയതുകൊണ്ട് ഇതിന് യാതൊരു മാറ്റവുമില്ല. ഹിസ് അങ്കിളായി തന്നെ നിൽക്കുന്നു. ഹിസ് അങ്കിൾ വർക്ക്സ് വർക്ക്ഡായി മാറുന്നു. ഇത് തല പുകഞ്ഞ് ആലോചിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അടുത്ത നോക്കാം. ഐ സെഡ് ഹെർ അങ്കിൾ. ഐ സെഡ് ദാറ്റ്. ഹെർ അങ്കിൾ, ഷീയുടെ പൊസസീവ് കേസ്. ഹെർ അങ്കിളായി തന്നെ നിൽക്കും. ഹെർ അങ്കിൾ വർക്ക്ഡ് ഡെയിലി. അടുത്തത് ഐ സെഡ് their uncle. ഐ സെഡ് ദാറ്റ്. their uncle, they എന്നുള്ള തേർഡ് പേഴ്സൺ പ്ലൂറലിന്റെ പൊസസീവ് കേസാണ്. അതിന് യാതൊരു മാറ്റവുമില്ല, അതങ്ങനെ തന്നെ നിൽക്കുന്നു. their uncle worked daily. എല്ലാ എപ്പിസോഡ്സിലും ഒരേ ഒരു സെന്റൻസ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്, അങ്കിൾ വർക്ക്സ് ഡെയിലി എന്നുള്ളതാണ്. ഇത് വേറെ എക്സാമ്പിൾസ് ഒന്നും ഇല്ലേ എന്ന് വിചാരിക്കരുത്. നമുക്ക് ഈ പേഴ്സണൽ പ്രൊനൗൺസിന്റെ മാറ്റങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രമാണ്. വരും ക്ലാസ്സുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സെന്റൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, വ്യത്യസ്തങ്ങളായ ടെൻസുകളാണ്. അപ്പോൾ അടുത്ത സെന്റൻസ് ഐ സെഡ്. ഓക്കെ, ഇത്രയും നമ്മൾ തേർഡ് പേഴ്സൺസ് ഹി, ഷീ ആൻഡ് ദേയുടെ പൊസസീവ് കേസാണ്. ഇനി ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഐ, വി, സെക്കൻഡ് പേഴ്സൺ ആയിട്ടുള്ള യു, തേർഡ് പേഴ്സൺ ആയിട്ടുള്ള ഹി, ഷീ, ഇറ്റ് ആൻഡ് ദേ, ഇവയെക്കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇവയിലൊന്നും പെടാത്ത ചില സംഗതികളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു സെന്റൻസ് എഴുതി. ഐ സെഡ് മനു. ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്ന ആള് മനു ആണ്. ഇത് നമ്മൾ പഠിച്ച ഫസ്റ്റ് പേഴ്സണിലില്ല, സെക്കൻഡ് പേഴ്സണിലില്ല, തേർഡ് പേഴ്സണിലും ഇല്ല. എന്നാൽ ഒരു സാധനത്തിന്റെ പേരോ ഒരു വ്യക്തിയുടെ പേരോ ആണ് ഇൻവേർട്ടഡ് കോമയിൽ കിടക്കുന്നതെങ്കിൽ അതിനെയും നമ്മൾ തേർഡ് പേഴ്സണെ എങ്ങനെ ട്രീറ്റ് ചെയ്തോ അതുപോലെ തന്നെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോ ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ ഇവയല്ലാതെ മറ്റൊരു സംഗതി ഇവിടെ വന്നു കഴിഞ്ഞാൽ
അതിന് തേർഡ് പേഴ്സണിന്റെ പരിഗണനയാണ് കൊടുക്കുന്നത്. തേർഡ് പേഴ്സൺ ആയിട്ട് തന്നെ നിൽക്കും. ഇവിടെ മനു എന്ന വ്യക്തി മനുവായിട്ട് തന്നെ നിൽക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. അപ്പോൾ ഐ സെഡ്, മനുവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മനു വർക്ക്സ് ഡെയിലി. ഐ സെഡ് ദാറ്റ്. ആരാണ് ഇവിടെ ഉള്ളത്? മനുവാണ്. മനുവിന് നമ്മൾ കൊടുക്കുന്നത് തേർഡ് പേഴ്സണിന്റെ ട്രീറ്റ്മെന്റ് ആണ്. അതോ തേർഡ് പേഴ്സണിന് യാതൊരു മാറ്റവും ഇല്ലാതെ തുടരുന്നത് പോലെ മനുവിനും തൽക്കാലം മാറ്റമില്ല. മനു വർക്ക്ഡ് ഡെയിലി. ഇവിടെ നമ്മൾ ഹീയുടെ ഹിസ് എന്നാക്കി. ഹീ എന്നുള്ള സബ്ജക്റ്റ് പേഴ്സണൽ പ്രൊനൗണിന്റെ പൊസസീവ് കേസാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഷീയുടെയാണ്, ഇവിടെ ദേയുടെയാണ്. എന്നാൽ അതാ ഇവിടെ നോക്കൂ, മനുവിന്റെ പൊസസീവ് കേസ് മനൂസ്. അതിനെങ്ങനെയാണ് മാറ്റം വരുന്നത്? ഐ സെഡ് ദാറ്റ്. മനു മനുവായി നിന്നതുപോലെ മനൂസ് ആയിട്ട് തന്നെ നിൽക്കും. ഐ സെഡ് ദാറ്റ് മനൂസ് uncle worked daily. അപ്പോൾ ഈ ഭാവം ശ്രദ്ധിച്ചു വെക്കുക. പേരുകളോ എന്തെങ്കിലും സാധനങ്ങളുടെ പേരുകളോ ഒക്കെ ആണെങ്കിൽ അത് അങ്ങനെയായിട്ട് നിൽക്കും. കാരണം അതിന് നമ്മൾ കൊടുക്കുന്നത് തേർഡ് പേഴ്സന്റെ ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ എല്ലാ പ്രൊനൗൺസിന്റെയും പേഴ്സണൽ പ്രൊനൗൺസിന്റെയും അവയുടെ പൊസസീവ് കേസസിന്റെയും മാറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വരും ക്ലാസ്സുകളിൽ നമ്മൾ ഇവ വെച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള ടെൻസുകളുടെ മാറ്റങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകളൊക്കെ കാത്തിരിക്കുക. Till we meet next time. Take care. Goodbye. Please like, share and subscribe the channel.